ഇന്നത്തെ ഏറ്റവും പുതിയ വിപണി വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ നാട്ടിലെ പ്രധാന നാണ്യവിളകളുടെ വിപണിയിൽ വൻ ചലനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിരിക്കുന്നത്. കർഷകർക്ക് ഒരുപോലെ സന്തോഷവും ആശങ്കയും നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ചില വിളകൾക്ക് വില കുതിച്ചുയരുമ്പോൾ മറ്റു ചിലതിന് നേരിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഇന്നത്തെ കാലാവസ്ഥയും വിലവിവരങ്ങളും എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വിപണി വിവരങ്ങൾ ദിവസേന നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായി എല്ലാവരും ഉറ്റുനോക്കുന്ന സ്വർണ്ണവിപണിയിലെ വൻ മാറ്റങ്ങളിലേക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ തുടർച്ചയായി സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ തോതിൽ ഒരു കുറവ് പ്രകടമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി സ്വർണ്ണവില കുതിച്ചുയരുകയായിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് 240 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ 22 കാരറ്റ് സ്വർണം ഒരു പവന് 1,16,467, 1,16,467 രൂപ നിരക്കിലും, ഒരു ഗ്രാമിന് 14,558, 14,558, 14,558 രൂപ നിരക്കിലുമാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള വിപണിയിൽ ഡോളർ കരുത്താർജിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതുമാണ് ഈ വിലക്കുറവിന് പ്രധാന കാരണം. എങ്കിലും വിപണിയിൽ ഇപ്പോഴും സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ തന്നെയാണ് തുടരുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വിദഗ്ധർ മുന്നിൽ കാണുന്നുണ്ട്. അടുത്തതായി കേരളത്തിലെ കർഷകർക്ക് ഏറെ ആവേശം നൽകുന്ന റബ്ബർ വിപണിയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. രാജ്യാന്തര വിപണിയിലെ കടുത്ത ക്ഷാമം കേരളത്തിലെ റബ്ബർ വിലയെ റെക്കോർഡ് തുകയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ടയർ കമ്പനികൾക്ക് ആവശ്യമായ റബ്ബർ വിപണിയിൽ ലഭ്യമല്ലാത്ത സാഹചര്യം വലിയ ഡിമാൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള RSS-4 ഗ്രേഡ് റബ്ബറിന് കിലോയ്ക്ക് 182 രൂപ മുതൽ 188 രൂപ വരെയാണ് ഇന്നത്തെ ഉയർന്ന വില. കഴിഞ്ഞ വാരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിലോയ്ക്ക് 2 രൂപ മുതൽ 4 രൂപ വരെ വർധനവാണ് വിപണിയിൽ പ്രകടമായിരിക്കുന്നത്. തായ്ലൻഡ് ഉൾപ്പെടെയുള്ള പ്രധാന ഉൽപ്പാദന രാജ്യങ്ങളിലുണ്ടായ മോശം കാലാവസ്ഥ ഇതിന് പ്രധാന കാരണമായി. ഈ വൻ ഡിമാൻഡ് വരും ദിവസങ്ങളിൽ വില 190 രൂപയും കടന്ന് മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഒട്ടുപാൽ വില കിലോയ്ക്ക് 105 രൂപ മുതൽ 112 രൂപ വരെയായി തുടരുന്നു. കർഷകർക്ക് വലിയൊരാശ്വാസമാണ് ഈ വിലക്കയറ്റം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് വിപണിയിലും കർഷകർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് വരുന്നത്. ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് വിപണിയിലേക്കുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞത് വില ഉയരാൻ കാരണമായി. കഴിഞ്ഞ ദിവസങ്ങളിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കിലോയ്ക്ക് 8 രൂപ മുതൽ 12 രൂപ വരെയുള്ള നല്ലൊരു വർധനവ് വിപണിയിൽ ദൃശ്യമാണ്. സാധാരണ നാടൻ കുരുമുളകിന് കിലോയ്ക്ക് 640 രൂപ മുതൽ 685 രൂപ വരെയാണ് ഇന്നത്തെ നിരക്ക്. ഉയർന്ന ഗുണനിലവാരമുള്ള ഗാർബിൾഡ് ഇനങ്ങൾക്ക് കിലോയ്ക്ക് 750 രൂപ വരെ ലഭിക്കുന്നുണ്ട്. വിയറ്റ്നാം പോലുള്ള ആഗോള വിപണികളിൽ ഉൽപ്പാദനം കുറഞ്ഞതും ആഭ്യന്തര വിപണിയിൽ ആവശ്യമായ സ്റ്റോക്ക് ലഭ്യമല്ലാത്തതുമാണ് ഈ പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് പിന്നിൽ. വരും ദിവസങ്ങളിലും വില ഉയരാൻ തന്നെയാണ് സാധ്യത. അടയ്ക്ക വിപണിയിലും മികച്ച മുന്നേറ്റം തന്നെയാണ് നിലവിലുള്ളത്. വിദേശ ഇറക്കുമതിക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നമ്മുടെ കർഷകർക്ക് വലിയ തുണയായി. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉയർന്നതാണ് പ്രധാന മണ്ഡികളിൽ വില ഉയരാൻ കാരണമായത്. പുതിയ അടയ്ക്കയ്ക്ക് കിലോയ്ക്ക് 360 രൂപ മുതൽ 390 രൂപ വരെയും, നല്ല രീതിയിൽ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന പഴയ സ്റ്റോക്ക് അടയ്ക്കയ്ക്ക് 410 രൂപ മുതൽ 440 രൂപ വരെയുമാണ് ഇന്നത്തെ വിപണി നിരക്ക്. കഴിഞ്ഞ മാസത്തെ ശരാശരി നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കിലോയ്ക്ക് 10 രൂപ മുതൽ 15 രൂപ വരെ വലിയൊരു വർധനവ് ഈ ആഴ്ചയിൽ ദൃശ്യമായിട്ടുണ്ട്. കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ വിലക്കയറ്റം. അവസാനമായി നാളികേര വിപണിയിലേക്ക് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളില്ലാതെ വില സുസ്ഥിരമായി തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. പൊതുവിപണിയിൽ നല്ല പച്ചത്തേങ്ങയ്ക്ക് കിലോയ്ക്ക് 42 രൂപ മുതൽ 49 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്ന ശരാശരി വില. ഉണക്കക്കൊപ്രയ്ക്ക് ക്വിന്റലിന് 10,200 രൂപ മുതൽ 10,800 രൂപ വരെ ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര വരവ് സാധാരണ നിലയിലായതും സംസ്ഥാനത്ത് പലയിടങ്ങളിലും വേനൽമഴ ലഭ്യമായതുമാണ് വില വലിയ രീതിയിൽ ഉയരാതെ നിൽക്കാൻ കാരണം. ഇതാണ് ഇന്ന് കേരളത്തിലെ പ്രധാന നാണ്യവിളകളുടെ വിപണിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിലവിവരങ്ങൾ. ഈ വിലനിലവാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ കൃത്യമായ വിപണി വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.